ലോകത്തിലെ ഏറ്റവും മികച്ച വ്യോമ പ്രതിരോധ സംവിധാനം കൈവശമുള്ളത് ആരുടെ കയ്യിലാണ്? റഷ്യയുടെ കയ്യിലാണ്. ലോകത്തിലെ ഏറ്റവും മികച്ച ഹൈപ്പർസോണിക് മിസൈൽ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ളത് ആരാണ്? റഷ്യയാണ്. അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും മികച്ച റഡാർ സംവിധാനങ്ങൾ കൈവശമുള്ളതും റഷ്യയ്ക്കാണ്. S-400 എന്ന് പറയുന്ന റഷ്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അവർ ഒന്നിലേറെ രാജ്യങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. ഇന്ത്യക്ക്, ചൈനയ്ക്ക്, തുർക്കിക്കൊക്കെ നൽകിയിട്ടുണ്ട്. എന്നാൽ റഷ്യ ഇന്ന് വരെ ഒരു രാജ്യത്തിനും കൊടുക്കാത്ത അവരുടെ ആയുധമാണ് ഒറോണിഷ് റഡാർ എന്ന് പറയുന്നത്. ഈ ഒറോണിഷ് റഡാർ 2024 വാർത്തകളിൽ നിറഞ്ഞു നിന്ന ഒന്നാണ്. ഇന്ത്യ ഇത് വാങ്ങാൻ പദ്ധതിയിടുന്നു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു വാർത്തകളിൽ വന്നത്. ഈ ചൈനയ്ക്ക് പോലും റഷ്യ കൊടുക്കാത്ത വൊറോണിഷ് റഡാറിന്റെ പ്രത്യേകത എന്താണ്? റഷ്യൻ കമ്പനിയായിട്ടുള്ള അൽമാസ് ആൻഡൈ കോർപ്പറേഷൻ വികസിപ്പിച്ചെടുത്ത ഈ ഒരു റഡാർ സംവിധാനം 8,000 കിലോമീറ്റർ പരിധിയിൽ നിന്നുള്ള ഏത് ആക്രമണത്തെയും തിരിച്ചറിയാൻ സാധിക്കുന്ന ഒന്നാണ്. അത് ബാലിസ്റ്റിക് മിസൈലുകളായിക്കോട്ടെ, യുദ്ധവിമാനങ്ങളായിക്കോട്ടെ, ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളായിക്കോട്ടെ, ഡ്രോണുകളായിക്കോട്ടെ. ഒറോണിഷിന്റെ നിരീക്ഷണ പരിധി 10,000 കിലോമീറ്റർ ആയിട്ട് വരെ വർദ്ധിപ്പിക്കാൻ സാധിക്കും. നമ്മൾ ലംബമായി നോക്കുകയാണെങ്കിൽ, അതായത് മുകളിലേക്ക് ഏകദേശം 8,000 കിലോമീറ്ററും അതേ സമയത്ത് ദൂരം നോക്കുകയാണെങ്കിൽ തിരശ്ചീനമായിട്ട് 6,000 കിലോമീറ്ററും വരെ നിരീക്ഷണ പരിധി ഉണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ലോകത്തിലെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫൈറ്റർ ജെറ്റ് ആണല്ലോ F-35, അല്ലെങ്കിൽ ചൈനയുടെ 5ാം തലമുറ യുദ്ധവിമാനമാണല്ലോ J-20. ഇങ്ങനെയുള്ള മോസ്റ്റ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എയർക്രാഫ്റ്റുകളെ വരെ ഈ റഡാർ സംവിധാനങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുമെന്നാണ് കരുതപ്പെടുന്നത്. ഇത്രയേറെ ദൂരപരിധിയിൽ കവർ ചെയ്യാൻ പറ്റുന്ന ഒരു റഡാർ ആയതുകൊണ്ട് ഇതിന് ഒരുപാട് സാധ്യതകളുണ്ട്. റഷ്യ ഇത് ആർക്കും കൊടുക്കാതെ വെച്ചിരിക്കുന്ന അവരുടെ ഒരു വളരെ വിലപ്പെട്ട ആയുധമാണ്. ഇത് ഇന്ത്യക്ക് റഷ്യ നൽകുകയാണെങ്കിൽ ഇന്ത്യ റഷ്യ ബന്ധത്തിന്റെ വിശ്വാസത്തിന്റെ പ്രതീകമായിട്ട് അത് മാറും. ഒറോണിഷിന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 8,000 കിലോമീറ്റർ മുകളിലേക്ക് പരിധിയുണ്ട്. അതായത് ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമാണ്. പ്രത്യേകിച്ച് ഇവ സ്പേസിലേക്ക് പോയിട്ടാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എവിടെയാണോ ആക്രമണം നടത്തേണ്ടതായിട്ട് വരുന്നത് അവിടെ എത്തുമ്പോഴാണ് ഈ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ ആ രാജ്യത്തിന്റെ ഭൂമിയുടെ അതിർത്തിയിലേക്ക് കയറുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു മിസൈലുകളെ കണ്ടെത്തുക എന്ന് പറയുന്നത് ഏതൊരു രാജ്യത്തെയും സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയാണ്. അവിടെയാണ് മുകളിലേക്ക് 8,000 കിലോമീറ്റർ നിരീക്ഷണ പരിധിയുള്ള ഒരു ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലിനെ വരെ കണ്ടെത്താൻ കഴിയുന്ന ഒരു റഡാർ റഷ്യ വികസിപ്പിച്ചെടുത്തത്. ഈ സാധാരണ ICBM അല്ലെങ്കിൽ ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലുകൾ എന്ന് പറയുന്നത് ഏകദേശം ഒരു 1,200 മുതൽ 2,000 കിലോമീറ്റർ വരെ ഉയരത്തിലായിരിക്കും സഞ്ചരിക്കുക. എന്നാൽ പലപ്പോഴും 12,000 കിലോമീറ്റർ ഒക്കെ ദൂരപരിധിയുള്ള ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ 3,000 മുതൽ 4,000 കിലോമീറ്റർ വരെ ഉയരത്തിലായിരിക്കും സഞ്ചരിക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ, ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളെ വരെ കണ്ടെത്താൻ കഴിയുമെന്നുള്ളതാണ് പ്രധാനമായിട്ടും ഇതിന്റെ ഒരു പ്രത്യേകത. 2024 ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്റ്ററിന്റെ റഷ്യ സന്ദർശനത്തിൽ ഈ ഒരു വിഷയം ചർച്ചയായിരുന്നു. ഇപ്പോ വീണ്ടും നമ്മുടെ രാജ്നാഥ് സിംഗ് ഈ വിഷയത്തിൽ ചർച്ചകൾ നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് വാർത്തകൾ വരുന്നത്. റഷ്യക്ക് ഇപ്പോഴും അവരുടെ ആവശ്യത്തിനനുസരിച്ച് പൂർണ്ണമായിട്ടും ഈ ഒരു റഡാറുകൾ നിർമ്മിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇത് കൂടുതൽ എണ്ണം റഷ്യക്ക് ആവശ്യമാണ്. കാരണം റഷ്യ വളരെ വലിയൊരു രാജ്യമാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അവർ ഇത്രയും വലിയൊരു റഡാർ ഡെവലപ്പ് ചെയ്തെടുത്തതും. ഇത് എല്ലാ രാജ്യങ്ങളെ കൊണ്ടും പറ്റുന്ന കാര്യവുമല്ല. അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു റഡാറാണ്. അപ്പൊ ഇന്ത്യ ഈ ഒറോണിഷ് റഡാർ സംവിധാനം 60% ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാനുള്ള ഒരു താല്പര്യമൊക്കെ റഷ്യ അറിയിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഇന്ത്യയും റഷ്യയും ചേർന്ന് ഇതിന്റെ നിർമ്മാണം നടത്താനും ഒരു വലിയ കരാറിലേക്ക് കാര്യങ്ങൾ എത്താനുമുള്ള സാധ്യതയുണ്ട്. ഇന്ത്യ കർണാടകയിലെ ചിത്രദുർഗ ജില്ലയിൽ വിന്യസിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ ഒരു റഡാർ വാങ്ങാനായിട്ട് പദ്ധതിയിടുന്നത്. ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിലടക്കം റഷ്യൻ ആയുധങ്ങൾ വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചു എന്നൊരു വിലയിരുത്തൽ പൊതുവെയുണ്ട്. S-400 കൂടുതൽ ബാറ്ററീസ് ഇന്ത്യ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നതും അതുകൊണ്ടാണ്. അപ്പോൾ അമേരിക്കൻ ആയുധങ്ങളെ അപേക്ഷിച്ച് നമുക്ക് കുറെ കൂടി നമുക്ക് ഉപകാരപ്പെടുന്നത് റഷ്യൻ ആയുധങ്ങളാണെന്ന ഒരു വിലയിരുത്തൽ ഉണ്ടെന്നാണ് കാണുന്നത്. അപ്പം അതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ റഷ്യയിൽ നിന്ന് ഏത് വിധേനയും വൊറോണിഷ് സംവിധാനം വാങ്ങാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. കാരണം ഇത് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ചൈനയുടെയും പാകിസ്ഥാന്റെയും ഒക്കെ ഏത് ഭീഷണികളും, പ്രത്യേകിച്ച് ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള മാസായിട്ടുള്ള ഡ്രോൺ ആക്രമണങ്ങളെയൊക്കെ നമുക്ക് നേരിടാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത. കാരണം ഇത് ചൈനയ്ക്ക് പോലും ഇതുവരെ റഷ്യ കൊടുത്തിട്ടില്ല. ഇന്ത്യക്ക് നൽകുകയാണെങ്കിൽ ഇനി ചൈനയ്ക്കും ഇത് കൊടുക്കുമോ എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ എന്തായാലും റഷ്യക്ക് അത്രയും വിശ്വാസമുള്ള ഒരു രാജ്യത്തിന് മാത്രമേ അവരിത് നൽകൂ എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. ഒരേ സമയത്ത് 500 ലക്ഷങ്ങളെ വരെ ഇതിനെ തിരിച്ചറിയാൻ സാധിക്കുമെന്നത് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്നായിട്ടാണ് കാണുന്നത്. ഇത് സംബന്ധിക്കുന്ന ചർച്ചകൾ അതിവേഗത്തിൽ പുരോഗമിക്കുകയാണ്. എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് കിട്ടിയാൽ
സംഗതി വേറെ ലെവലാണ്. കാരണം ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എയർ ഡിഫൻസ് സിസ്റ്റത്തിനൊപ്പം ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു റഡാർ സംവിധാനവും നമുക്ക് കിട്ടും. തദ്ദേശീയമായിട്ട് നമുക്ക് നമ്മുടെ റഡാറുകൾ ഡെവലപ്പ് ചെയ്യുന്നതിന് ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇത് ഇന്ത്യയുടെ ഡിഫൻസ് ശേഷിയെ വളരെ ശക്തിപ്പെടുത്തുന്ന ഒന്നായിരിക്കും. നമുക്ക് നോക്കാം. ഇത് സംബന്ധിക്കുന്ന കൂടുതൽ വാർത്തകളൊക്കെ ഇനിയുള്ള ദിവസങ്ങളിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.